ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ദ സ്റ്റോറി എ ഫീനിക്സ് റൈസസ് ടെൽസ് ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് എ മാൻ ഹു ടേൺസ് പേഴ്സണൽ സ്ട്രഗിൾ ഇൻ ടു എ പവർഫുൾ മിഷൻ ടു റീസ്റ്റോർ ഡിഗ്നിറ്റി ആൻഡ് ഹെൽത്ത് ടു വിമൻ. അല്ലേ, നമ്മൾ പഠിച്ചതാണ് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന പാഠം. അതിൽ ഒരു ആളുടെ കഥയാണ് പറയുന്നത്. അദ്ദേഹം പേഴ്സണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അദ്ദേഹത്തിന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക എന്നുള്ള എയിമിൽ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. ലൈഫിൽ ഒരുപാട് അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ കഥ നമ്മൾ പഠിച്ചു. നറേറ്റ് ദ സ്റ്റോറി ഓഫ് ബബ്ലു ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ, അതായത് നമ്മുടെ സ്വന്തം ഓൺ വേർഡ്സിൽ ഈ ഒരു കഥ തന്നെ നറേറ്റ് ചെയ്യണം. ബ്രിങ്ങിങ് ഔട്ട് ദ കീ ടേണിംഗ് പോയിൻറ്റ്സ് ഇൻ ഹിസ് ജേർണി. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ മെയിൻ ആയിട്ടുള്ള ടേണിംഗ് പോയിൻറ്റ്സ് എല്ലാം എടുത്ത് പറയാം. ഫ്രം ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് സ്കൂൾ ടു ബിക്കമിങ് എ സോഷ്യൽ ഇന്നോവേറ്റർ. അദ്ദേഹം സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയെന്നു മുതലുള്ള കാര്യങ്ങൾ എടുത്ത് പറയാം. എന്നിട്ട് അദ്ദേഹം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് വേണം, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം എടുത്ത് മെൻഷൻ ചെയ്തിട്ട് വേണം നറേഷൻ എഴുതാനായിട്ട്. അപ്പോൾ നറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിൽ വേണം. പിന്നെ ഇവിടെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കഥ പറയാം. അതിനുശേഷം ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി പാർട്ട്, ഒരു കൺക്ലൂഷൻ, ഇതെന്തായാലും വേണം. പറ്റിയാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോട്ടൊക്കെ എടുത്തിട്ട് താഴെ പറഞ്ഞു എന്നുള്ളത് ആ കഥയുടെ കൂടെ തന്നെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു കോട്ട്സും കൂടെ നമ്മൾ കൊടുക്കണം. ഇങ്ങനെയാണ് നറേഷൻ എഴുതേണ്ടത്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് പോകണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. SSLC എക്സാമിൽ ഉറപ്പായിട്ടും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നറേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ബബ്ലൂസ് ജേർണി ഓഫ് ലൈഫ്. ലൈഫിലെ യാത്ര, ലൈഫിൻ്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ബബ്ലു കേവറ്റ്സ് ലൈഫ് വാസ് എ റിയൽ റോളർ കോസ്റ്റർ മാർക്ക്ഡ് ബൈ സ്ട്രഗിൾസ് ഫ്രം എ യങ് ഏജ്. ബബ്ലു കേവറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു റിയൽ റോളർ കോസ്റ്റർ പോലെയാണ്. അതായത് ഇങ്ങനെ ഒരുപാട് ടേണിങ്ങും ട്വിസ്റ്റൊക്കെ നടന്നൊരു ലൈഫാണ്. മാർക്ക്ഡ് ബൈ സ്ട്രഗിൾസ് ഫ്രം എ യങ് ഏജ്. ചെറുപ്പം മുതൽ അദ്ദേഹം ഒരുപാട് വിഷമിച്ച് ജീവിച്ച ആളാണ്. ഹി ഹാഡ് ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ ആഫ്റ്റർ ഹിസ് ഫാദർ പാസ്ഡ് അവേ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഹിം. എന്നാൽ അദ്ദേഹത്തിനെ അത് നിർത്തിയില്ല, സ്റ്റോപ്പ് ചെയ്തില്ല. ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ആസ് എ ഹെൽപ്പർ. അദ്ദേഹം ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. ആൻഡ് ഡിഡ് ഹി ലേൺ ഫസ്റ്റ്. ഓക്കെ, അതായത് അദ്ദേഹം ഒരു വെൽഡർ ആയിട്ട് തന്നെ എന്താ പറയുക, ജോലി ചെയ്തു എന്നുള്ള. ആൻഡ് ബോയ് ഡിഡ് ഹി ലേൺ ഫസ്റ്റ് വേണ്ട, അത്രയും വേണ്ട, അത് നമുക്ക് കട്ട് ചെയ്യാം. അത് പ്രിൻറ്റിങ്ങിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അതായത് വർക്കിംഗ് ഇൻ എ വെൽഡിംഗ് ഷോപ്പ് ആസ് എ ഹെൽപ്പർ എന്നുള്ളത് മതി. ഓക്കെ, അതായത് നമ്മൾ ഹെൽപ്പർ ആൻഡ് ബോയ് അത് വേണ്ട, അത് വിട്ടോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം, അത് പോട്ടെ. യെസ്, ഓക്കെ. With hard work and determination, he took over the workshop and started his own business. അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. അതേപോലെ ഒരുപാട് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം, അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു വർക്ക്ഷോപ്പ് അദ്ദേഹം എന്താ പറയുക എടുത്തു. ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് ഓൺ ബിസിനസ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സായിട്ട് തുടങ്ങി. അതായത് ആ വർക്ക്ഷോപ്പിൻ്റെ ഓണർഷിപ്പ് അദ്ദേഹം എടുത്തു. ഇനി ബട്ട് ഹിയർ ഈസ് ദ തിങ്, ലൈഫ് ഹാഡ് അതർ പ്ലാൻസ് ഫോർ ബബ്ലു. പക്ഷെ ഇവിടെയാണ് വേറൊരു കാര്യം പറയുന്നത്. ജീവിതത്തിന് ബബ്ലുവിനെ കുറിച്ച് വേറെ പ്ലാൻസ് ആയിരുന്നു. ലൈഫ് ഹാഡ് അതർ പ്ലാൻസ് ഫോർ ബബ്ലു. ഹി മാരീഡ് ഗൗരി. അദ്ദേഹം ആരെയാണ് കല്യാണം കഴിച്ചത്? ഗൗരീനെ. വൺ ഡേ ഹി വിറ്റ്നസ്ഡ് ഹിസ് വൈഫ് യൂസിങ് എ റാഗ് ഡ്യൂറിങ് ഹെർ മെൻസ്ട്രൽ സൈക്കിൾ. അതായത് ഒരു ദിവസം അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു റാഗ് എന്ന് പറയുന്നത് പഴയൊരു തുണി. എന്തിനാണ്? ഡ്യൂറിങ് ഹെർ മെൻസ്ട്രൽ സൈക്കിൾ, പീരിയഡ്സ് ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഗൗരി ഒരു പഴയ തുണി ഉപയോഗിക്കുന്നത് അദ്ദേഹം കാണാണ്. ആൻഡ് ഇറ്റ് ഷൂക്ക് ഹിം ടു ഹിസ് കോർ. അപ്പോൾ അത് അദ്ദേഹത്തിനെ എന്താ പറയുക, ശരിക്കും ഒന്ന് ഇങ്ങനെ അദ്ദേഹത്തിനെ എഫക്റ്റ് ചെയ്തു ആ ഒരു സംഭവം. ഇറ്റ് വാസ് ലൈക്ക് എ വേക്കപ്പ് കോൾ. അത് ശരിക്കും ഒരു വേക്കപ്പ് കോൾ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിനതൊരു വേക്കപ്പ് കോൾ ആയിരുന്നു. ഇൻ ദ ഈവനിങ് ഹി ബോട്ട് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻ ആൻഡ് സർപ്രൈസ്ഡ് ഹിസ് വൈഫ്. വൈകുന്നേരം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പാക്കറ്റ് ഓഫ് സാനിറ്ററി നാപ്കിൻ മേടിച്ചുകൊണ്ട് വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിനെ സർപ്രൈസ് ചെയ്തു. ബട്ട് ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. എന്നാൽ ഗൗരിക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതൊരു സർപ്രൈസ് ആയിരുന്നില്ല. അതായത് പ്ലീസ്ഡ് ആയില്ല. അതിൽ ഗൗരി ഒട്ടും സന്തോഷിച്ചൊന്നുമില്ല. ആൻഡ് ഹെർ റിപ്ലൈ വാസ്, ഇഫ്
ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത് ദെൻ ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ. എന്താ പറഞ്ഞത്? ഷാലു, അതായത് നമ്മുടെ ബബ്ലുവിൻ്റെ സിസ്റ്ററാണ് ഷാലു. അതേപോലെ ഭാര്യയാണ് ഇവിടെ ഗൗരി. ഓക്കെ, അതാണ് ഐ എന്ന് ഉദ്ദേശിക്കുന്ന ഭാര്യ. ഗൗരി തന്നെ പറയാണ്, ഞാനും ഷാലുവും ഇത് എല്ലാ മാസവും ഇത് ഇങ്ങനെ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ദെൻ ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ, നമുക്കിവിടെ കേർഡും ഗീയും ഒന്നും മേടിക്കേണ്ടി വരില്ല എന്ന് പറയാണ്. ഏർലി വൺ മോർണിംഗ് ബബ്ലു ഡിസൈഡഡ് ടു ടേക്ക് വൺ ആക്ഷൻ. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ബബ്ലു ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഒരു ആക്ഷൻ എടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. He started experimenting with materials to create affordable sanitary pads. അദ്ദേഹം കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെൻറ്റ്സ് നടത്തി. എന്താണ്? അഫോർഡബിൾ ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് മേടിക്കാൻ. കാരണം ആദ്യം അദ്ദേഹം മേടിച്ച സാനിറ്ററി പാഡ്സ് കുറച്ചുണ്ടായിരുന്നുള്ളെങ്കിൽ നല്ല വിലയായിരുന്നു ഇതിന്. എന്നാൽ അഫോർഡബിൾ ആയിട്ട് മേടിക്കണം എന്ന് അഫോർഡബിൾ ആയിട്ടുള്ള പാഡ്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ ഇദ്ദേഹത്തിന് വരാണ്. I mean, this guy had no prior training, but he was determined to make a difference. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, ഇദ്ദേഹത്തിന് ഇതിനെ പറ്റി ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് മാൻ ഡിഡ് ഹി ഫേസ് ഒപ്പോസിഷൻ. അത് വേണ്ട. ഓക്കെ, പീപ്പിൾ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ ഹി വാസ് ബോദറിങ് വിത്ത് സച്ച് മാറ്റേഴ്സ്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഇങ്ങനെ ഈ ഒരു കാര്യം തുടങ്ങാണ്. ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ബബ്ലു ബോധേഡാവുന്നത്. ആൻഡ് ഹിസ് ഫാമിലി ടേൺഡ് അഗെയിൻസ്റ്റ് ഹിം. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ, ഓക്കെ, എക്സ്പെരിമെൻറ്റ്സ് നടത്തുമെന്ന് പറയാണല്ലോ, എക്സ്പെരിമെൻറ്റ്സ് നടത്തിയപ്പോൾ ഫാമിലിയും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ബട്ട് ബബ്ലു ഡിഡൻറ്റ് ഗിവ് അപ്പ്. എന്നാൽ ബബ്ലു വിട്ടുകൊടുത്തില്ല. നോ വേ, he had lost his wife, his family, his friends and money that he could not afford to waste. അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, വൈഫ് എല്ലാവരെയും നഷ്ടപ്പെടാണ്. എന്നിട്ടോ ഒരുപാട് കാശും പോയി. കാശ് പോയതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേസ്റ്റ് ചെയ്യാനൊന്നും ഉള്ള കാശില്ല. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി കളയാനുള്ള കാശൊന്നും അദ്ദേഹത്തിന് ഇല്ല. ഓൾ ഇൻ പെർസ്യൂട്ട് ഓഫ് ദ സാനിറ്ററി പാഡ് പ്രൊജക്റ്റ്. ഈ ഒരു പാഡിൻ്റെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടത്, ഇത്രയും നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായതും ജീവിതത്തിൽ. ഇനി നോക്കിയേ, ബബ്ലൂസ് ജേർണി ഇസ് എ ടെസ്റ്റമെന്റ് ടു പവർ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു തെളിവാണ് നമ്മുടെയൊക്കെ ഒരു എന്താ ഒരാളുടെ ലൈഫിലെ ഹാർഡ് വർക്കിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഒക്കെ ഒരു അധ്യായമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഫ്രം യങ് ബോയ് ഫേസിങ് അഡ്വേഴ്സിറ്റി ടു എ ചാമ്പ്യൻ ഫോർ വിമൻസ് ഹെൽത്ത്, ഹി ഹാസ് കം എ ലോങ് വേ. അതായത് ഒരു യങ് ബോയ് ആയിരുന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം വിമൻ്റെ ഹെൽത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ചാമ്പ്യനായി മാറിയ ആളാണ്. ആൻഡ് യു നോ, ഹിസ് സ്റ്റോറി ഷോസ് ഹൗ വൺ പേഴ്സൺ ക്യാൻ മേക്ക് എ ഡിഫറൻസ് ആൻഡ് ബ്രിങ് അബൌട്ട് പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ ലൈഫ്സ് ഓഫ് അതേഴ്സ്. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുക, പോസിറ്റീവ് ചേഞ്ചസ് മറ്റുള്ളവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ നറേഷൻ. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്തും നിങ്ങൾക്ക് എഴുതാം. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.